പുതുവർഷം നന്മയും സന്തോഷവും നിറഞ്ഞതാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ പുതുവത്സര ദിനത്തിലും വേദനിപ്പിക്കുന്ന വാർത്തകളാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും കേട്ടത്. എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഉൾപ്പെടെ 2 വിദ്യാർത്ഥികളെ എസ്ഐ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. മരട് എസ്ഐ സെബാസ്റ്റിനെതിരെയാണ് ആരോപണം. കഞ്ചാവ് ഉണ്ടോ എന്ന് ചോദിച്ചാണ് 16ഉം 22ഉം വയസ്സുള്ള സഹോദരങ്ങളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അസഭ്യം പറഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു. രാത്രി താമരശ്ശേരി റോട്ടിൽ കൂടി ഞങ്ങൾ വന്നെയായിരുന്നു. പേട്ടയിൽ വെച്ചായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നെയായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടിരിക്കണ വഴി എൻ്റെ അനിയൻ്റെ ഫോൺ വെച്ചെടുക്കാൻ മറന്നുപോയപ്പോൾ അവൻ എൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ എതിരെ പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായില്ല പോലീസാണെന്ന്. അപ്പോൾ പോലീസ് അവരെ കണ്ടിരിക്കണമെന്ന് വിചാരിച്ച് അവർ നിർത്തിച്ച്. അപ്പോൾ ഇറങ്ങി വന്ന് എന്താ ഇവിടെ പോകണമെന്ന് എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞ് ആദ്യം ചേട്ടൻ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പോയിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എസ് ഐ എന്നെ വിളിപ്പിച്ച് ഞാനപ്പോൾ പുള്ളിയുടെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞ് ഇന്ന അമ്മ വീട്ടിൽ പോയിട്ട് തന്നെയാണ്. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴേക്കും ഫോൺ അവിടെ വെച്ച് മറന്നുപോയെന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചേട്ടനെ ബാക്കിയുള്ള പോലീസുകാർ പിടിച്ച് വെച്ച് എന്താണ്ടൊക്കെ പറയണ കേട്ടോ. അപ്പോൾ ഈ പുള്ളി എസ് ഐ ഇറങ്ങി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി ചെന്ന് എന്താണ്ടൊക്കെ പറഞ്ഞ് ഞാൻ നോക്കും പിടിച്ചൊരടി കൊടുത്ത്. അപ്പം ഞാൻ ഓടിച്ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു ഒപ്പമുള്ളവർ എന്നെയും പിടിച്ച് കയറി. ഞാൻ അവരോട് പറഞ്ഞ് സാറേ വീട്ടിൽ വിളിച്ച് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ചേട്ടൻ്റെ തട്ടിപ്പറിച്ച് മേടിച്ച് എന്നിട്ട് ചേട്ടനെ കൊണ്ട് ജി പി കയറുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഓടി എസ് ഐയുടെ അടുത്ത് ജീപ്പിൻ്റെ അങ്ങോട്ട് വന്നപ്പോഴേക്കും പുള്ളിനെ ചെന്ന് ഒന്നും കൂടി പിടിച്ച് സാറ് എന്താണെന്ന് ചോദിച്ച് പറഞ്ഞ് എന്നെ ഉന്തിയിട്ട് ഒരടി വന്നു. എൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് കയ്യിൽ നിന്ന് തെറിച്ചു പോയി. ഇടപെടലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ഒരു നല്ല രീതിയിലുള്ള ഇടപെടലല്ലായിരുന്നു. വളരെ മോശമായിട്ടുള്ള ഇടപെടലായിരുന്നു. ഞാനത് വിവരം അറിഞ്ഞ അവിടെ ചെല്ലുമ്പോൾ എസ് ഐ ഇല്ലായിരുന്നു. അദ്ദേഹം വെളിയിലായിരുന്നു പറഞ്ഞു. അപ്പം അവിടെ ഒരു പോലീസ് ദിനേശ് എന്ന് പറഞ്ഞൊരു പോലീസ് ഉണ്ടായിരുന്നു. ആ പോലീസ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംഭവിച്ചു. എന്തായാലും പിള്ളേർ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പം തന്നെ വിട്ടേര്, എസ് ഐയും വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മൾ എസ് ഐ അദ്ദേഹം വന്നു കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ തന്നെ പുള്ളി നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെ കൊണ്ടു നടക്കുകയാണ്, അതാണെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പിള്ളേർക്ക് എന്തൊരു ദോഷം ഉള്ള പോലെയാണ് പറയണത്. അത് എസ് ഐയുടെ ഭാഗത്ത് വളരെ മോശമായിട്ട് തന്നെ രക്ഷാകർത്താവ് എന്നുള്ളതൊക്കെ എന്നോട് പുള്ളിയുടെ പ്രതികരണം വളരെ മോശമായിട്ടുള്ള പ്രതികരണമായിരുന്നു. ഒന്നും പറഞ്ഞില്ല. പോലീസിനോടുള്ള സമീപനം മോശമായിരുന്നു എന്നോട് എസ് ഐ പറഞ്ഞത്. ചീത്ത വിളിച്ചു, ഇതാണെന്നൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തെ അതൊന്നും പുള്ളി പറയുന്നില്ല. പോലീസിനുള്ള സമീപനം മോശമായിരുന്നു പറഞ്ഞ് പെറ്റി കേസ് എടുത്തേക്കുന്നത് തന്നെ അതാണ്. പോലീസിനോട് മോശമായ ഇതെന്ന് പറഞ്ഞാണ് പെറ്റി കേസ് എടുത്തത്. അത് 1.5 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് പോരണത്. 10:39 എന്നെ വിളിച്ചു പറഞ്ഞ് 2 മണിക്കൂറിന് മേലെ പിള്ളേരെ കൊണ്ട് അവിടെ നിന്നിട്ട് വിട്ടില്ല. ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് പറയുകയും കൂടി ചെയ്തു. എന്നിട്ട് പോലും എന്നോട് പറഞ്ഞു. എന്നെ അറിയുന്ന ആളുകളാണ് മുഴുവൻ ബാക്കി ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും, എസ് ഐ ഒഴിയെ ബാക്കി എല്ലാവർക്കും അറിയാവുന്ന ആളുകളായിരുന്നു. എന്നിട്ട് പോലും ഇദ്ദേഹത്തിനോട് പോലീസുകാരൊക്കെ ചെന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊന്നും അവർ പോലീസ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. പുള്ളി ഒരു വേറെ രീതിയിൽ എങ്ങനെ നടക്കുമായിരുന്നു. അവസാനം ഞാൻ പുള്ളിയുടെ ക്യാബിൽ കയറി സംസാരിച്ച്. എന്നിട്ടും പുള്ളി അത് കേൾക്കുന്നില്ല. ഇത് മുൻവൈരാഗ്യം പോലെയുള്ള പെരുമാറ്റമായിരുന്നു എന്നോട്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അദ്ദേഹം ഈ കോട്ടയംകാരനാണെന്ന് നമുക്ക് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. കോട്ടയം പാമ്പാടിയാണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ നമുക്കറിയില്ലായിരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. നമ്മളിപ്പോൾ ബാലാവകാശ കമ്മീഷൻ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ കുടുംബത്തിന്റെ പരാതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് 2 കുട്ടികൾക്കും ക്രൂരമായ മർദ്ദനമേറ്റുവെന്നാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ രീതിയിൽ ഈ മരട് എസ് ഐ പെരുമാറിയത്? ഇപ്പോൾ അവർ 2 പേരും ആശുപത്രി ചികിത്സയിലാണ്. എന്താണ് ഈ കുടുംബത്തിന്റെ രക്ഷിതാക്കളുടെ തീരുമാനം? പോലീസിനെതിരെ പരാതിയുമായി മുന്നോട്ട് നീങ്ങുകയാണോ? നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ക്രൂരമായാണ് ആ 2 കുട്ടികളെയും പോലീസ് മർദ്ദിച്ചതെന്ന്. അതിൽ ഒരാൾ പ്രായപൂർത്തിയായിട്ടില്ല, 16 വയസ്സേ ഉള്ളൂ, മറ്റൊരാൾക്ക് 22 വയസ്സാണ്.
ഒരാൾ +2-നും മറ്റേയാൾ കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇന്നലെ രാത്രി 9:30 ഈ സംഭവം നടന്നത്. അമ്മ വീട്ടിൽ നിന്നും അവർ ഉദയംപേരൂരിലുള്ള അവരുടെ വീട്ടിലേക്ക് പോകുന്നത് വഴിയാണ് ആ ഇളയ സഹോദരന്റെ ഫോൺ അമ്മ വീട്ടിൽ വെച്ച് മറന്നു എന്ന് അവർ ഓർക്കുന്നത്. ആ സമയത്താണ് വണ്ടി നിർത്തി തിരിക്കുന്നതിനിടയിലാണ് ഈ പോലീസ് ജീപ്പ് വരുന്നത് ഇവർ കണ്ടത്. ഇവർക്ക് പക്ഷെ ആദ്യം ഇത് പോലീസ് ജീപ്പാണെന്ന് ആയിട്ടില്ലായിരുന്നു. അതിനുശേഷം പോലീസ് ഇവരുടെ അടുത്ത് വണ്ടി നിർത്തിയ ശേഷം ഇവരോട് എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ ഇവർ കാര്യം പറയുകയും ചെയ്തു. എന്നിട്ട് SIക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാർ ഇറങ്ങി വന്ന് ഇവരെ രണ്ടുപേരും ഹെൽമറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു. അതിന് ശേഷം ഇവരെ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ആ സമയത്ത് ഇവർ മദ്യപിച്ചില്ല എന്ന് മനസ്സിലായ ശേഷം ഇളയ സഹോദരന്റെ പോക്കറ്റിൽ കൈയിടാൻ ശ്രമിച്ചു. മൂത്ത സഹോദരന്റെ പോക്കറ്റിൽ കൈയിടാൻ ശ്രമിച്ചു. കഞ്ചാവ് ഉണ്ടോടാ എന്ന് ചോദിച്ചായിരുന്നു ഈ പോലീസിന്റെ പ്രവൃത്തി. ഈ സമയം അനിയൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് ജീപ്പിൽ നിന്ന് കണ്ടോണ്ടിരുന്ന SIക്ക് ഈ ഇളയ സഹോദരൻ അത് ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ഉടൻ തന്നെ ജീപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ ഇളയ സഹോദരന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നു. ഈ അടിയിൽ തന്നെ അവൻ വീഴുകയും ചെയ്തു. അപ്പോൾ മൂത്ത സഹോദരൻ ഇതിനെ ഇടപെട്ട് അവനെ എടുക്കാൻ നോക്കുന്ന സമയത്ത് അവനെയും മർദ്ദിച്ചു. രണ്ടുപേരെയും തറയിലിട്ട് ക്രൂരമായി ചവിട്ടി മർദ്ദിച്ചു എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ഇതിനുശേഷം പോലീസ് ജീപ്പിലേക്ക് കയറ്റിയ ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ഭീഷണി, നിങ്ങളെ ഞങ്ങൾ കൊല്ലുമടാ, നാളെ നിങ്ങൾ നേരം പുലർച്ചെ കാണില്ല എന്നുള്ള തരത്തിലുള്ള ഭീഷണികളും അസഭ്യവും ഈ കുട്ടികൾ നമ്മളോട് പ്രതികരിക്കുമ്പോൾ തന്നെ പറയുന്നു. എന്തൊക്കെയോ തരം തെറി വാക്കുകൾ, ചീത്തയാണ് ഞങ്ങൾക്ക് നേരെ ഇവർ പറഞ്ഞത്. അതിൽ SIയും ഉൾപ്പെടുന്നു. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി കുട്ടികൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ അച്ഛനെയും അമ്മേനെയും ഒന്ന് വിളിച്ചു നോക്കൂ, അവർക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ, ഞങ്ങൾ മറ്റ് കഞ്ചാവോ അല്ലെങ്കിൽ മദ്യമൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല എന്ന് കുട്ടികൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാതെയാണ് മർദ്ദിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോയത്. ആ സമയത്ത് തന്നെ കുട്ടിയുടെ അച്ഛനും അമ്മയും മാറി മാറി ഈ മൂത്ത മകന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം പോലും ഇവർക്ക് കൊടുക്കുന്നില്ല. ഈ മൂത്ത മകന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മണിക്കൂറുകളാണ് പോലീസ് സ്റ്റേഷനിൽ ഇവർ കിടന്നത്. അതിനുശേഷമാണ് അച്ഛനെ വിളിച്ച്, കുട്ടികളുടെ അച്ഛൻ ഒരു പൊതുപ്രവർത്തകനാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്, അച്ഛനെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത്. ഉടൻ തന്നെ ഉദയംപേരൂരിൽ നിന്നും മരടിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. ഈ എത്തുന്ന സമയത്ത് പോലും SIയുടെ ഭാഗത്ത് നിന്നും വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരോടൊക്കെ കാര്യം അന്വേഷിച്ചപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നു. എങ്കിൽ പോലും കുട്ടികളെ ഇവിടെ നിന്ന് പുറത്തേക്ക് വിടാനൊന്നും അനുവദിച്ചില്ല. പിന്നീടാണ് ഈ ഇളവൻ, അവൻ പ്രായപൂർത്തിയായിട്ടില്ല, 16 വയസ്സേ ആയിട്ടുള്ളൂ, അവനെ പോലീസ് സ്റ്റേഷനിൽ എന്തിനാണ്? കാരണം ഈ പോലീസ് ഒരു കാരണവശാലും ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് ഒരാൾ, ഈ മർദ്ദനമേറ്റ ഒരാൾ, ആ കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായി അറിയാമായിരിക്കും. കാരണം ഈ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ മർദ്ദിക്കുന്ന അതൊരു ഏറ്റവും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തൊരു വീഴ്ച തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഈ കുടുംബത്തിന്റെ തുടർ നീക്കം എന്താണ്? ഈ പരാതിയുമായി മുന്നോട്ട് നീങ്ങുകയാണോ? ഈ സംഭവത്തിന് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവരെ ബന്ധപ്പെടുന്ന സാഹചര്യം മറ്റും ഉണ്ടായിട്ടുണ്ടോ? ഈ സംഭവം ഇവർ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. DGPക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രി ജില്ലയിലുണ്ട്, ഇന്നും നാളെയുമായി ജില്ലയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് സാധിക്കുവാണെങ്കിൽ നേരിട്ട് തന്നെ പരാതി കൊടുക്കുവാനാണ് കുട്ടിയുടെ മാതാപിതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് കുട്ടികൾ അഡ്മിറ്റാണ്, ആശുപത്രിയിലാണ്. കുട്ടികൾക്ക് വളരെ രൂക്ഷമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റിട്ടുള്ളതെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരൻ വിളിച്ചിരുന്നു. എന്നിട്ട് ഇവരോട് അന്വേഷിച്ചിരുന്നു കുട്ടികൾക്ക് ഗുരുതരമായ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഏത് ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതും കൃത്യമായി തന്നെ തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിലാണെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഫോൺ കട്ടാക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നോ SIയോ ആരും തന്നെ തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും കുടുംബം പറയുന്നുണ്ട്. എന്തായാലും മരട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി അവർ ചെല്ലില്ല. കാരണം അവർ ചെന്നാൽ അവരെ വീണ്ടും ഇത്തരത്തിൽ അപായപ്പെടുത്തുക അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ വീണ്ടും കള്ളക്കേസ് കൊടുക്കാനുള്ള ഒരു സാധ്യത അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് DGPക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാനും ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്നത്തെ ദിവസം തന്നെ മരട് പോലീസ് സ്റ്റേഷനിലെ സംബന്ധിച്ച് രണ്ടാമത്തെ ആരോപണം അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. സമാനമായ രീതിയിൽ ഈ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണം ഇന്ന ദിവസം തന്നെ ഇത് രണ്ടാമത്തേതാണ്. അതായത്
എറണാകുളത്ത് നവമി തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഈ കളിക്കുന്നിനിടെ അടുത്ത വീട്ടിലേക്ക് തെറിച്ചു വീണ പന്തെടുക്കാൻ പോയ 5ാം ക്ലാസ്സുകാരനെ അയൽവാസി ക്രൂരമായി മർദ്ദിച്ചൊരു കേസ്. അതായത് ഈ പൂണിത്തറ സ്വദേശിയായ നവീൻ എന്ന ഒരു ബാലന്റെ ഇടത് കാലാണ് തല്ലി ഓടിച്ചത്. ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു. ആ കേസ് ഒത്തുതീർപ്പാക്കാനും മരട് പോലീസ് ശ്രമം നടത്തിയെന്നൊരു ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. ആ കേസിന്റെ കൂടി പശ്ചാത്തലം എന്താണ്? അതെ, തീർച്ചയായും ടോം. ആദ്യം തന്നെ ഈ ബന്ധുക്കൾ അറിയിക്കുന്നത് ഈ പോലീസ്, അതായത് ഇന്നലെ വൈകുന്നേരം 5:30-ക്കാണ് ആ സംഭവം ഉണ്ടായത്. അത് ഇപ്രകാരമായിരുന്നു. അതായത് കുട്ടികൾക്കുമൊപ്പം കൂട്ടുകാർക്കൊപ്പം നവീൻ വീടിന് സമീപത്തുള്ള ഒരു കളിസ്ഥലത്ത് അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുകയായിരുന്നു. പന്ത് അടുത്തുള്ള വീട്ടിൽ, അതായത് ഈ സമീപവാസിയായ ബാലൻ എന്നൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് പന്ത് പോയി. ആ സമയത്ത് നവീൻ എന്ന ഈ 10 വയസ്സുകാരൻ ആ വീട്ടിലേക്ക് മതിൽ ചാടിക്കടന്ന് ആ ബോൾ എടുക്കാൻ വേണ്ടി ചെന്നു. ആ സമയത്താണ് ഈ ബാലൻ എന്ന 76 വയസ്സുള്ള ആൾ ഒരു കമ്പുമായി വന്ന് ആ കുട്ടിയെ അടിക്കുന്നത്. അത് അവന്റെ കാലിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് ഇവൻ മതിൽ ചാടി ഇപ്പുറം വന്നു. പിന്നീട് ഓടി തന്നെ വീട്ടിൽ പോയി ബന്ധുക്കളെ അറിയിച്ചു, വീട്ടുകാരെ അറിയിച്ചു. ആശുപത്രിയിലേക്ക് പോയ സമയത്ത് തന്നെ തൃപ്പൂണിത്തറ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ തന്നെ പറഞ്ഞു കുട്ടിയുടെ കാലിൽ ഗുരുതരമായ പരിക്കുണ്ട്. ഇടത് കാലിന്റെ 2 എല്ലുകൾ പൊട്ടുകയും ചെയ്തു. ഇനി ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവർ ഈ സംഭവം 5:30 കൂടിയാണ് നടക്കുന്നത്. ഒരു 7 മണിയായപ്പോൾ തന്നെ മരട് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. ഇവിടെ ആരുമില്ല. ഇവിടെ പോലീസുകാരെല്ലാം ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ നടക്കുന്ന ഇടത്താണ്. അവിടെ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി പോലീസുകാരെല്ലാം അങ്ങോട്ട് പോയി. ഇവിടെ ആരുമില്ല എന്നുള്ളൊരു മറുപടിയാണ് മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ചത്. അതിനുശേഷം ഇന്ന് 10 മണിയായിട്ട് പോലും ഈ കുട്ടിയെ കുറിച്ച് അറിയിക്കാൻ, അതിലെ കുട്ടിയുടെ ഒരു ആരോഗ്യ അവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ പരാതിയെക്കുറിച്ചോ അന്വേഷിക്കാൻ പോലീസുകാർ തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അതിനുശേഷമാണ് ഈ മരട് പോലീസിലുള്ള ഉദ്യോഗസ്ഥർ വന്ന് കുട്ടിയുടെ മൊഴിയെടുത്തത്. കുട്ടിയുടെ വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ചു. അതിനുശേഷം ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ സാധ്യതയുണ്ട്, ഒത്തുതീർപ്പാക്കിക്കൂടെ എന്നുള്ളൊരു സമീപനമായിരുന്നു പോലീസിൻ്റെ നിന്നും ഉണ്ടായത്. അവരോട് ഈ കുട്ടിയുടെ അച്ഛനോട് അത് ചോദിക്കുകയും ചെയ്തു, ഈ കേസ് നമുക്ക് ഒത്തുതീർപ്പാക്കിക്കൂടെ എന്ന്. പക്ഷേ അവർ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ബാലൻ അയാളൊരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണ്, തങ്ങൾ പാവപ്പെട്ടവരാണ്, തങ്ങൾക്ക് സാമ്പത്തികമായി വലിയ പ്രശ്നത്തിലുള്ളവരാണ്, അതുകൊണ്ടാണോ തങ്ങളുടെ മകൻ ഇത്രയും ദുരനുഭവം ഉണ്ടായിട്ടും അത് പോലീസ് അത് ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ളൊരു നീക്കം നടത്തുന്നത് എന്നുള്ളൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും അവരും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാലനെതിരെ കേസെടുത്തു എന്നാണ് മരട് പോലീസ് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത്. പക്ഷേ അത് ഏത് വിധത്തിൽ മരട് പോലീസിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. മരടില് 16ഉം 22ഉം വയസ്സുള്ള 2 സഹോദരങ്ങളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നു. SI സവാസിന്റെ നേതൃത്വത്തിലാണ് ക്രൂരമായി മർദ്ദിച്ചത്. 2 കുട്ടികളും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. SIക്കെതിരെ പരാതിയുമായി മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകാനാണ് കുടുംബം ഒരുങ്ങുന്നത്. അതിന് പിന്നാലെയാണ് മറ്റൊരു കേസ് ആരോപണം കൂടി പോലീസിനെതിരെ ഉയർന്നു വന്നത്. അതായത് മരടില് തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ ദിവസം കളിക്കുന്നതിനിടെ അയൽവാസിയുടെ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന ബാലന് നീതി നിഷേധിക്കുന്ന സംഭവം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് പരാതി വന്നിരിക്കുന്നത്. ഇത്തരം ക്രിമിനൽ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടത്.